ഇത്രയും സംസാരിച്ചിരുന്ന ഒരു കാര്യം ഞാനൊന്ന് ഡിസ്ലി ചെയ്യാൻ ട്രൈ ചെയ്യാണ്. യു ആർ ആക്ച്വലി ടേക്കിംഗ് കൺട്രോൾ ഓഫ് യുവർ എൻവയൺമെൻറ്റ്. അങ്ങനെയല്ലേ പാടുള്ളൂ. അതാണ് നല്ലത്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് കം ഈസിലി ഫോർ പീപ്പിൾ, റൈറ്റ്? ബിക്കോസ് മോസ്റ്റ്ലി പീപ്പിൾ ആർ നോട്ട് ഈവൻ അവെയർ ഓഫ് ദ എൻവയൺമെൻറ്റ്. അത് നമ്പർ വൺ. പിന്നെ ദേ ആർ നോട്ട് ഈവൻ അവെയർ ഓഫ് ദെയർ തിങ്കിങ്. ഈസി ആയിരുന്നു ആരാ പറഞ്ഞത്? ഇത് എനിക്കിത് ഈസി ആയിരുന്നു ആരാ പറഞ്ഞത്? It took me 19 years of my blood and sweat to become an overnight sensation. ഈസി ഒന്നും ആയിരുന്നില്ല. നിങ്ങൾക്ക് പറ്റിയ ഒരു പുസ്തകം ലൈബ്രറിയിൽ കാണുന്നില്ലെങ്കിൽ അത് എഴുത്. അല്ല മാർക്കറ്റിൽ നിങ്ങളൊരു സബ്ജക്റ്റ് നോക്കി നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാകുന്നുണ്ടല്ലേ നോക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. അത് എവിടെയും ഇല്ല, ആമസോണിൽ എവിടെയും ഇല്ലെങ്കിൽ, അത് എഴുതിയിട്ടേ ഇല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല പോസിബിലിറ്റി അത് അവിടെയാണ്. നിങ്ങളത് പഠിക്കുക ആദ്യം, then എഴുത്. ഐ ഡിഡ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ്ലി സെൽഫ് ടോട്ട്, വെരി മച്ച്. മോസ്റ്റ്ലി എന്താണ് സിസ്റ്റം? ഇപ്പോൾ ഒബിയസ്ലി യു ആർ മറ്റേ ഇതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നു. യു ആർ ക്രിയേറ്റിംഗ് എൻ എൻവയൺമെൻറ്റ്, യു ആർ ക്രിയേറ്റിംഗ് എ സ്പേസ് വെയർ യു ക്യാൻ ഗെറ്റ് attention, you can pay attention. How are you doing this? ഞാൻ പറയാം. ഈ നല്ല ചോദ്യം. ഈ ഒഴിവാകുന്നു എന്ന് പറയുമ്പോഴും അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ റൂള് ബ്രേക്ക് ചെയ്ത സമയത്ത് ഇപ്പൊ ആ പണി വന്നത് അങ്ങനെയാ. പക്ഷെ അത് വരില്ലായിരുന്നു. നോർമൽ സ്ഥലത്ത് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി അല്ല, ഒരാൾ നമ്മളെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ ഏറ്റവും വിശ്വസിക്കുന്ന സുഹൃത്ത് പരിചയപ്പെടുത്തിയിട്ടാണ് അവര് ഇങ്ങോട്ട് കയറുന്നത്. അപ്പൊ എനിക്ക് ഇവരെ അനലൈസ് ചെയ്യേണ്ടോ ജഡ്ജ് ചെയ്യേണ്ടതായിട്ടുള്ള സ്പേസ് വരുന്നില്ല. അത് ചെയ്ത് ഞാൻ മറ്റവരോട് ചെയ്യുന്ന തെറ്റ് പോലെയാണ്. സോ ഐ ജസ്റ്റ് ആക്സെപ്റ്റഡ് ഇറ്റ്. എന്നിട്ട് പണി കിട്ടി. ഓക്കെ, ഇപ്പം നടക്കുന്ന ഈ കാര്യങ്ങൾ 2007, 2012 സമയങ്ങളിൽ ഉണ്ടായിരുന്ന എൻ്റെ തോട്ട്സാണ്. അന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു, ഇവഞ്ച്വലി ദിസ് ഇസ് ട്രൂലി റെവല്യൂഷൻ പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ ഞാനെടുത്ത എല്ലാ ഡിസിഷനും ഒരു കാലത്ത് ആളുകൾ കളിയാക്കി നോക്കാൻ ശ്രമിച്ചതാണ്. കളിയാക്കണമെങ്കിൽ ഞാനും കൂടെ സമ്മതിക്കണ്ടേ? കളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നിരുത്സാഹപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ സമ്മതിക്കാതെ നിങ്ങളെ ശമിപ്പിക്കാൻ പറ്റില്ല. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളും തുടങ്ങാം. ഞാൻ ആദ്യം അപ്പോൾ ഈ മെൻ്റലിസം സബ്ജക്റ്റ് അന്ന് എല്ലാവരും ഈ മൈഗ്രെയിൻ പിടിച്ചു ഇങ്ങനെയൊക്കെയാണ് എല്ലാത്തിനും പോസ്റ്റർ. അതായത് അതീന്ദ്രജ്ഞാനാണല്ലോ എൻ്റെ സബ്ജക്റ്റ്. എല്ലാ പോസ്റ്ററുകളും മറ്റേ സെൻസറി പെർസെപ്ഷൻ, മറ്റേ മൈഗ്രെയിൻ അങ്ങനെ പറയാം, നമ്മൾ മൈഗ്രെയിൻ പോസ്റ്റർ എന്ന് പറയും. ഞാൻ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഫണ്ണായിട്ട് അപ്രോച്ച് ചെയ്തുകൂടാ? ഇപ്പം നമ്മുടെ വീട്ടിലൊരു കുട്ടി അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ, ഈ ഫീൽഡിൽ നമുക്കിത് പറഞ്ഞു കൊടുത്തൂടെ? ഈ ഫീല് വർക്കാവുന്നുള്ളത് നമുക്ക് നമ്മുടെ സിനിമകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ടോം ഹാങ്സിന്റെ ഒക്കെ സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോർട്രേയിൽ എപ്പോഴും വർക്കാവും. സോ ഐ ഡോണ്ട് ഹാവ് ടു ആക്ട് എ ലോട്ട്. ഡ്രാമ ഞാൻ ശ്രമിച്ചതാണ്. അപ്പോൾ കൂടുതൽ ഡ്രാമ ഇടുന്ന എൻ്റെ ക്യാരക്ടറിന് സ്യൂട്ട് ആവുന്നില്ല ഞാൻ. അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ചുറ്റുപാടെല്ലാം ഒന്നും ചെയ്യാതെ ആൾക്കാരെടുത്ത് സംസാരിച്ചിരിക്കാനും എൻ്റർടൈൻ അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോ വി കുഡ് ഡു ദാറ്റ്. അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കണ്ട. അങ്ങനെയാണ് ഈ ക്യാരക്ടർ. അപ്പോൾ അതിൽ തമാശകൾ എന്തുകൊണ്ട്? അപ്പോൾ എല്ലാവരും കൂടെ തമാശ ഈ സബ്ജക്റ്റിലോ അത് ഇത് എങ്ങനെയാണ് ഫണ്ണി ആവുന്നത്? ആർ യു മാഡ്? എൻ്റെ അടുത്ത് വളരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന, ഇന്ത്യയിൽ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ, സ്റ്റേറ്റ്സിനാണ് ഈ കോൺവെർസേഷൻ ഉണ്ട്. അപ്പം നമുക്ക്, ഞാൻ ചെറുതാണ്, വളരെ ചെറിയ, എനിക്കെന്ത് അവരുടെ അടുത്ത് കൗണ്ടർ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ അപ്പോഴും ഞാനിത് വിട്ടിട്ടില്ല. എൻ്റെ ഇപ്പം നമ്മൾ, അപ്പം എനിക്കറിയാം ഇത് ഈ തമാശ ഇവിടെ വർക്കാവുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാവുന്ന വേറെ ഏതോ ക്രൗഡ് ഉണ്ട്. മേ ബി ഐ എം ഇൻ ദ റോങ് പ്ലേസ്. ഓക്കെ, ഇപ്പം ഈ പോസ്റ്റ് കോട്ട് ഏതൊരു സയൻറ്റിസ്റ്റും അയാളുടെ ഫസ്റ്റ് കണ്ടുപിടുത്തം സക്സസ് ആവുന്നവരെ പ്രാന്തെന്ന് വിളിയായിട്ടവരായിരിക്കണം. അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പിന്നെ നമ്മളൊരു ആ സമയത്ത് ഇനീഷ്യൽ സമയത്ത് നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോ അല്ലെങ്കിൽ അപ്പോൾ ബ്രാൻഡിങ്ങിന് എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഷോ ബ്രാൻഡിങ് ഇവന്റിന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും, ഇവരാണ് ഇതിന്റെ ചെയ്യുന്നത്. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അല്ല കേട്ടോ, അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് ഇത് നമ്മൾ കുറച്ച് ഫുട്ടേജ്. ഞാൻ പറഞ്ഞു അല്ല, എനിക്കൊരാഗ്രഹമുണ്ട്, ഇത് എന്താ ഷോ എന്നുള്ളത് അവിടെ വരുന്നവർ കണ്ടാൽ മതി, പിന്നെ അങ്ങനെ മാർക്കറ്റ് ചെയ്യും. ഞാൻ പറ്റും. അത് ഇന്ന് ഇപ്പം നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ ഇതൊക്കെ ഈ ചരിത്രം എന്നോ അല്ലെങ്കിൽ റെവല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്ന് റീസെന്റ് വരെ എന്നെ ഒരാളും വിശ്വസിച്ചിട്ടില്ല. എൻ്റെ അടുത്തൊരു എറണാകുളത്ത് തന്നെ നമ്പർ 1 ഒരു ടീം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഇങ്ങനെ ചിരിക്കുന്നതും അങ്ങനെ നോക്കുന്നതും അങ്ങോട്ട് നടക്കുന്നതല്ലേ കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ ഓഡിയൻസിന്റെ റിയാക്ഷൻ അല്ലേ. ഇത് നിങ്ങളുടെ കുറെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് ഇത് ഓക്കെ ആയിരിക്കും, പുതിയ ആൾക്കാരിലേക്കൊന്നും ഒത്തില്ല, അവർ അപ്രീഷിയേറ്റ് ചെയ്യില്ല. എനിക്കിപ്പോ ഒന്ന് വിളിച്ച് ചോദിക്കണമെന്നുണ്ട് അല്ല, പക്ഷെ അത് സാരല്ല, അവരും തെറ്റല്ല.
അപ്പം നമ്മൾ അതിന് ഡെയർ ചെയ്തു. ഇപ്പം അതിന് എൻ്റെ ഇങ്ങനത്തെ ക്രേസിനെസ്സിന് കൂട്ടു നിൽക്കുന്ന ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജിസ്സായാലും അവൻ എപ്പോഴും ട്രഡീഷണലായി അച്ചടക്കത്തിൽ ഭയങ്കര രസമായിട്ട് ചിന്തിക്കുന്ന ആളാണ് അവൻ. പക്ഷെ എൻ്റെ പ്രാന്തിനെ അവൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അല്ല അതാണല്ലോ ഈ കോംപ്ലിമെന്റ് അത് ഇല്ലെങ്കിൽ ഇപ്പൊ കാണുന്നതൊന്നുമില്ല. ഓക്കെ, അത് ഞാൻ ഒരു 2-3 വർഷം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു, തോട്ട് പ്രോസസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്ന ചില ഏരിയകൾ അവൻ വന്നിട്ടാകുമ്പോൾ ഒരു 10x ഫാസ്റ്റായി. ഈ ആശയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതാ, പക്ഷെ അതിന് ഡൗട്ടോടെ അല്ലാതെ നോക്കുന്ന ഒരു പാർട്ട്ണർ, ഒരു എൻ്റെ അടുത്ത് ഉണ്ടായില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയില്ല ആൾക്കാരാണ്. ഇപ്പം നമ്മൾ കണ്ണൂർ പോയിട്ട് കേരളത്തിൽ ഒരു ഷോയും ഹൗസ്ഫുൾ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പേ കണ്ണൂരിനെ കുറ്റം പറയാനല്ല, ആ നാട്ടിൻ്റെ ഒരു ഇത് വെച്ചിട്ട്, പ്രത്യേകിച്ച് ടിക്കറ്റഡ് ഇവൻറ്റ്സ്, അവിടെ ഇങ്ങനത്തെ ഒരു പ്രീമിയം ഇവന്റ് ഒരു 900 സംതിങ് ആൾക്കാരുടെ കപ്പാസിറ്റി, 950 പേരുള്ള ഒരു തിയേറ്ററിൽ നമ്മൾ വെച്ചിട്ട് ഷോ ഹൗസ്ഫുൾ ആയി. സോ വി ഹാവ് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ അന്ന് അത് വിചാരിച്ചു, ഓക്കെ അന്ന് 2 ഷോ എന്നുള്ള രീതി. ഇപ്പം നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ഒരു ദിവസം 2 ഷോ. പക്ഷെ കണ്ണൂർ ഫ്രൈഡേ ആയി, സൺഡേ ആണ് ഷോ, നടുവിലൊരു സാറ്റർഡേ ഉള്ളൂ. രാവിലെ ഒരു തോട്ട്, അളിയാ നമുക്കൊരു ഷോ കൂടി നോക്കിയാലോ. 3 ഷോ അല്ല, ഒന്നേ അനൗൺസ് ചെയ്തു. കണ്ണൂർ ഹൗസ്ഫുൾ ആവുന്നതേ അത്ഭുതമാണ്. അതായി എന്നുള്ളതാണ് നമ്മുടെ. അപ്പൊ തലേന്നാള് രാത്രി 11 സംതിങ് ആവുമ്പത്തേക്ക് ഹൗസ്ഫുൾ ആയി. ഇത് വ്യാഴാഴ്ച രാത്രി. അപ്പൊ വെള്ളിയാഴ്ച മോർണിംഗ് ആണ് നമ്മളിങ്ങനെ ഒരെണ്ണം കൂടെ അനൗൺസ് ചെയ്താലോ. ലോകത്തിൽ ആര് സമ്മതിക്കും? ഇന്നൊരു 950 പേര് ആ തിയേറ്ററിലേക്ക് കൊണ്ടുവരണം 1.25 ദിവസത്തിനുള്ളിൽ. അപ്പം അളിയാ പൊളിയായിരിക്കും. ഇതാരും പറയില്ല. നേരെ നമ്മുടെ ടീം മാനേജർ അവരെ വിളിച്ചു. അല്ലല്ല, പൊതുവെ ആൾക്കാരല്ലേ നമ്മുടെ ടീം മാനേജർ, അവര് അടുത്ത കൂട്ടുകാർ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ്. അവരെ വിളിച്ചു. ഷി ബിലോങ്സ് ടു ദാറ്റ് പ്ലേസ്, പറ്റിയ ആളാണ്. ദാറ്റ് ഈസ് വൈ ഈസ് ഹാപ്പനിങ്. സി, ഇതാരെങ്കിലും പറഞ്ഞാലും വിശ്വസിക്കുമോ? ഇതൊന്നും ആയിരിക്കില്ല. അവന്മാരെ നമ്മൾ ഈ സോൾഡ് ഔട്ട് എന്ന് മണിക്കൂറുകൾ വെക്കുമ്പോൾ ഇത് വെറുതെ പോഷ് കാണിക്കാൻ വെച്ചിട്ട് അങ്ങനെ വിചാരിച്ച ഒരു സുഹൃത്ത് മിനിയാന്ന് നമ്മൾ സംസാരിച്ച ഷോന് വന്നിട്ട് സെലിബ്രിറ്റി ഫ്രണ്ട്. പക്ഷെ ഇത് കുറച്ചൊക്കെ തള്ളാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. അവരാ തിയേറ്ററിൽ വന്നിട്ട് കൊടവെക്കാൻ സ്ഥലമില്ല അപ്പുറത്തെ സീറ്റിൽ എന്ന് പറയുന്നവർ. അല്ല, നമ്മൾ കോട്ടയത്തെ കണ്ടവനാണല്ലായിരുന്നു, അത് വലിയ തിയേറ്റർ ആയിരുന്നല്ലോ. ആണല്ലേ, ഞാൻ പറയുന്നത് എഗെയിൻ, ഇപ്പം നമ്മൾ എൻ്റെ സബ്ജക്റ്റിലോട്ട് വന്നുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ആവേശം കൂടുതൽ. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് അറിയോ, ദിസ് കുഡ് ബി എ ട്രേഡ് സീക്രട്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം ക്രേസി ആണെന്ന് ഒരു ഇൻസൈറ്റ് ഒറ്റയടിക്ക് ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യും. സോ ഐ ഹാവ് എ ലിസ്റ്റ്, ഐ മേഡ് എ ലിസ്റ്റ്. വലിയ അഹങ്കാരാട്ടോ പറയുന്നത്. നല്ലൊരു അഹങ്കാരിയുടെ മുന്നിൽ. അതെ, ഈ പ്രോഗ്രാമിന്റെ പേര് രസമുണ്ട്. അപ്പൊ അതിന് പറയാം, ചോദ്യം ഉത്തരം ഒന്നും ശരിയല്ല. നമ്മൾ സെറ്റാണ്. ഞാനിത് പിന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, എൻ്റെ ലിസ്റ്റ് ഇൻ ദ സെൻസ് മെന്റൽ നോട്ട് അല്ല, ലിറ്ററൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 16 ഞാൻ തുടങ്ങിയത്, ഇപ്പത് 23 ആയിട്ടുണ്ട്. 16 കാര്യങ്ങള്. ഈ 16 കാര്യങ്ങള് ഇൻ പ്രയോറിറ്റി ഇവിടെ നടക്കില്ല എന്ന് ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. ഈ ഷോ ഇൻഡസ്ട്രി ഇങ്ങനെ പോവും, ഇതിനിങ്ങനെ പറ്റുമെന്ന് ഇത് ആരെ എഴുതി വെച്ചിരിക്കുന്നത്? എനിക്ക് ആ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ അസ്യൂം ചെയ്യാണ്. ഒരു മാസം വെക്കുമ്പോൾ പറയും, ഇത് വെക്കേഷനാണ്, വെക്കേഷൻ എല്ലാവരും വേറെ എവിടെയെങ്കിലും പോവും. അപ്പൊ ഈ പോകുന്നവരെങ്ങോട്ടാ പോകുന്നേ? എന്നാ പിന്നെ ആടെ ഷോ വെച്ചാ പോരെ. പോസിബിലിറ്റി റിമാർക്കബിൾ ഇൻസൈറ്റ്. നമ്മളൊന്ന് നോയമ്പിന്റെ സമയത്ത് ഇപ്പൊ നടന്ന കാര്യമാണ് പറയുന്നത്, അപ്പൊ റിലേറ്റ് ചെയ്യാം ആൾക്കാർക്ക്. നോയമ്പിന്റെ സമയത്ത് ജിസന്റെ അടുത്ത് പറഞ്ഞു, അവനെ എപ്പോഴും പൊക്കി മാത്രം പറയാൻ പറ്റില്ല, ഒന്ന് എടുക്കാൻ അവൻ ഭയങ്കര സന്തോഷിക്കും, അഹങ്കാരില്ല പാവം. അവൻ പറയും, അളിയാ പണിപാടും കേട്ടോ, ഇവിടെ നോമ്പിന്റെ സമയം, ആ വെക്കേഷൻ അല്ല, ആ സമയത്ത് സിനിമ പോലും ഇറങ്ങില്ല. ഞാൻ പറയും അതെയല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് നമ്മൾ ഈ ആളുകളുടെ ഒരു വിശ്വാസത്തിന് ഹേർട്ട് ചെയ്യുമോ നമ്മൾ ആ സമയത്ത് എന്റർടൈൻമെന്റ് വെച്ചാൽ? അപ്പോൾ അവനറിയില്ല. അപ്പോൾ നമ്മുടെ അസാദിക്കനെ വിളിച്ചു, നമ്മുടെ കൂട്ടിയുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നുമില്ല, ഒരു സമാധാനത്തിന്റെ അങ്ങനത്തെ ഒരു പുണ്യമാസം എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷോ ഭയങ്കര ലൈറ്റ് ഒരു അങ്ങനെയാണ് പറയാ, ജസ്റ്റ് ഒരു പ്രകാശമുള്ള ഷോ എന്നാണ് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ ആശയങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അളിയാ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ പറഞ്ഞത്. നീ പോലും ഇങ്ങനെ ചിന്തിച്ച സ്ഥിതിക്ക് ഒരാളും ഡെയർ ചെയ്തിട്ടുണ്ടാവില്ല ഇവിടെ. ആ 2 മാസം ഭയങ്കര ഡ്രൈ ആയിരിക്കും, നമുക്ക് ഷോ വെച്ചൂടെ, നമുക്ക് ഒരെണ്ണം വെച്ചിട്ട് നോക്കാം, കൂടി വന്നാൽ ഇപ്പം എന്താ നമ്മൾ അല്ല പൈസ പോകുന്നില്ല. ഇപ്പൊ ഒരു തിയേറ്ററിൽ നമുക്ക് ഫുള്ളാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റിയിട്ടെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്തും. അങ്ങനെ അത് അഹങ്കാരത്തിൽ പറയുന്നല്ല, അപ്പൊ എനിക്ക് മടുക്കുമായിരിക്കും പെട്ടെന്ന്. അപ്പോ അല്ല, എല്ലാ മതത്തിലെ ആളുകളും ഉണ്ടാവില്ലേ, നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്, എല്ലാവർക്കും വന്ന് കാണാലോ. പക്ഷെ സിൻസ് ഇവിടെ എവിടെയും ഷോസ് നടക്കാത്തൊരു സമയത്ത് ഇതിന് ഒരു സാധ്യതയില്ലേ ആൾക്കാർക്ക്, നമുക്കറിയാം ഇത് പ്രൂവ് ചെയ്യാൻ ആരെങ്കിലും, ഇത് ഇങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ആരെങ്കിലും ചെയ്ത് പരാജയപ്പെട്ട് ചരിത്രം ഉണ്ടെങ്കിൽ ഓക്കെ, അതില്ല, നോ വൺ ഡേഡ്. അപ്പൊ നമ്മൾ വെച്ചു. വെക്കുമ്പോൾ ഉള്ളൊരു സംഭവം അപ്പോഴും നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ ഒരു കാര്യം ചെയ്യും, പാലക്കാട് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം എല്ലാ മതത്തിലും ആൾക്കാരെ നോക്കും. കോട്ടയം വെച്ചാലും പോപ്പുലേഷൻ വൈസ് നമുക്ക് വേറെ ആളുകളായിരിക്കും കൂടുതൽ അല്ലേ, അപ്പൊ അവർക്ക് വരാലോ. അപ്പോൾ അങ്ങനെ ചർച്ച വന്ന് 3 സ്ഥലങ്ങളിൽ ലിസ്റ്റിലായി. അപ്പോൾ അടുത്ത അഹങ്കാരം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്രദർ പോലെ അടുത്ത സുഹൃത്തുണ്ട് മാനുക്ക, കാലിക്കറ്റാണ്, അവർ കാലിക്കറ്റ് വയനാടൊക്കെയാണ്. അപ്പോൾ ഞാൻ മാനുക്കയോട് ചോദിച്ചു, മാനുക്ക കാലിക്കറ്റ് എങ്ങനെ, അല്ല ഇത് ഈ 3 സ്ഥലം അവർ പറയുന്നത് എങ്ങനെ? മാനുക്ക പറയും ഇത് സേഫാണ്. അപ്പോൾ ഇപ്പോൾ മലപ്പുറം കാലിക്കറ്റൊക്കെ ആണെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല, ഞാൻ അങ്ങനെ പറയാവുക. അവരാണ് ഇവിടെ എല്ലാവരും 7 മണിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം പുറത്തിറങ്ങും, പക്ഷെ അവർ മെയിൻ ഇങ്ങനെ പള്ളി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും, ഷോനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് എന്നാൽ പിന്നെ നമുക്ക്, അപ്പം ഞാൻ അവനോട് എന്തായാലും ചെയ്യുന്നത് ഇത് നാളെ ഒരു കഥയായിട്ട് എഴുതുമ്പോൾ നമ്മൾ പാലക്കാട് പോയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി അവിടെ പോയിട്ട് ഈ ഷോ വെക്കുന്നതാണോ നല്ലത്, അല്ല ഇവിടെ വെക്കുന്നതായിരിക്കും ഇമ്പോസിബിലിറ്റി. അപ്പോൾ അവനിങ്ങനെ ഒന്ന് നോക്കി, നീ അടുത്തേക്കായി പോന്നു. 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് അനൗൺസ് ചെയ്തു, 7 മണിക്ക് കാലിക്കറ്റ് ഷോ, 16 മണിക്കൂറിൽ ഹൗസ്ഫുള്ളായി. 15 തോന്നുന്നു. ഞാൻ ആലോചിക്കായിരുന്നു അവിടെ ഈ ബീച്ചിലൊക്കെ രാത്രി ഇഷ്ടംപോലെ ഉണ്ട്. നോ വൺ ഹാസ് ട്രൈഡ് ടു കൺവിൻസ് ദം ഇങ്ങനെ പോസിബിൾ ആണെന്ന്. പക്ഷെ എന്താ സംഭവിച്ചറിയോ, നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ആ ദിവസം നമ്മൾ 3 ഷോ വെച്ചു. ഒരു ദിവസം 3 ഷോ, 2.5 മണിക്കൂറുള്ള ഷോ ആണ്. റണ്ണിങ് ടൈം തന്നെ 7.5 മണിക്കൂർ. അതിൻ്റെ ഇടയിൽ ഫോട്ടോസ്, ഗ്രീറ്റ് ആൻഡ് മീറ്റ് ആൻഡ് സെഷൻ 1.5 മണിക്കൂറുണ്ട്. ഇറ്റ് ഈസ് സോ ക്രേസി. പക്ഷെ വി ഡിഡ് ഇറ്റ്. ഇനിയിപ്പോൾ ആർക്കും പറയേണ്ട. എന്നിട്ട് അതിനെ തുടർന്ന് എല്ലാ ആഴ്ചയും നമ്മൾ എൻറ്റയർ മാസവും നമ്മൾ നല്ല രീതിയിൽ 2 പല സ്ഥലത്തും ഇത് ട്രൈ ചെയ്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ ഇനി അത് പറ്റില്ല എന്നാരും പറയാൻ പാടില്ല. എക്സാമിൻ്റെ ടൈം അതൊരു ദ്രോഹം പോലെ ആയിപ്പോയി, പക്ഷെ അത് ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് ചെയ്തതാ. എക്സാമിൻ്റെ സമയം വെക്കാൻ പാടില്ല എന്നുണ്ട്, അത് നമ്മൾ ശരിക്കും ചെയ്യാൻ പാടില്ല. പക്ഷേ അത് എക്സാമിൻ്റെ സമയമല്ലേ, നമുക്ക് വേണമെങ്കിൽ അവർക്കൊരു സ്പേസ് കൊടുക്കാമല്ലോ. വീട്ടിൽ കുട്ടികളുടെ കൂടെ അവർ ഇരുന്നോട്ടെ, പാരൻസ് ആയാലും. പക്ഷെ അങ്ങനെ ബ്രേക്ക് ഒക്കെ വേണ്ടേ, ഇതൊരു 2-2.5 മണിക്കൂറിനുള്ളൂ. എക്സാക്ട്ലി അങ്ങനെയും ആലോചിച്ചു. പക്ഷെ എന്നാലും മറ്റേ തോട്ട് തന്നെ പിന്നോട്ട് വലിച്ചാണ്. പക്ഷെ ഈ ലിസ്റ്റിൽ അത് ഉണ്ടായിപ്പോണ്ട് അത് ട്രൈ ചെയ്തു. ഇറ്റ് വർക്ക്ഡ് ഔട്ട് സോ വെൽ. അന്ന് നമ്മൾ 2 ഷോ ചെയ്തു. ഇനി മഴേനെ പറ്റി പറയുന്നു. മഴക്കാലത്ത് ഷോ നടക്കില്ല, അത് ഞാൻ പണ്ടേ മുതലേ കേൾക്കുന്നതാ. എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി, മഴക്കാലത്താണ് ഇത് ഏറ്റവും നല്ലത് കാണേണ്ടതെന്ന് തോന്നുന്നു. ഇതിന്റെ തീം രാത്രി ഉറക്കം. നമ്മൾ ഉറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂട്യൂബിൽ വെറുതെ റെയിൻ സൗണ്ട് കണ്ടിന്യൂ അത് നോക്കി 10.5 മണിക്കൂർ വെറുതെ മഴ പെയ്യുന്ന ഇടി, അത് അതിന്റെ എത്രയോ മില്യൺ വ്യൂ ആണ്. ഇത് മഴയത്ത് ചിന്നലൊക്കെ തെറിച്ചിട്ട് നമ്മൾ അങ്ങനെ ആ ഉറക്കത്തിന്റെ അത്ര എനിക്ക് ഒരു ഉറക്കവും ഓർമ്മയില്ല എൻജോയ് ചെയ്തത്. പുറത്തിങ്ങനെ ചിന്നലൊക്കെ ഇങ്ങനെ തെറിക്കില്ലേ. സോ നമ്മുടെ ഓട്ടോമാറ്റിക്കലി തിയേറ്ററിനകത്തുള്ള ആ ഇൻട്രൊഡക്ഷൻ ഓഡിയോയിലൊക്കെ മഴയും ഇടിയെല്ലാം ഉണ്ട്, അതിൽ ആ ഫീലിന്. അപ്പൊ പുറത്ത് മഴയുണ്ടെങ്കിൽ അത് എന്ത് ഫീലായിരിക്കും. അപ്പൊ നമുക്കൊരു പ്രശ്നം വരും. ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ക്യൂ നിൽക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതൊരു പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ള ഒരവസരമായിട്ട് നമ്മളത് എടുക്കാം. സോ നമുക്ക് ഇതെന്നായിരിക്കും ഇനി മഴയൊന്നും ഇല്ലാത്ത സമയത്തും ഈ ഒരു റഷിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ടീം പിടിക്കുക. സോ ഐ ഗേവ് ദം എ ടാസ്ക്, ഇത് ടാക്കിൾ ചെയ്യൂ. ഞാനൊന്ന് ഇന്റർജക്ട് ചെയ്തോട്ടെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ് ഇതിൽ എന്താ അറിയാം, നേരത്തെ പറഞ്ഞതും ഇപ്പോൾ ആദ്യം പറയുന്നതും, ഒരു പുസ്തകം നിങ്ങൾക്ക് വായിക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. ഇപ്പം ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല എന്ന് പറയുന്നതായിരിക്കും അവസരങ്ങളുള്ളത് അല്ലേ? ബ്രേവ്നെസ്സും ഇത് മണ്ടത്തരവും തമ്മിലുള്ള ലൈനും കൂടി നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ.
അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഇന്റൻഷൻ നല്ലതല്ലേ, നമ്മൾ ആരും ഇത് ദ്രോഹിക്കാനല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പാടുള്ളൂ എന്ന് പറയുമ്പം അങ്ങനെ അല്ല എന്ന് ആരെങ്കിലും ഒന്ന്, എനിക്കത്രേ ഉള്ളൂ. ഇതിപ്പം ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എൻറ്റയർ ഷോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എന്താണെന്ന് അറിയോ? ഇതിൽ ഒരു അതീന്ദ്രിയമായ കാര്യങ്ങളും ഇല്ല എന്ന് പറയുന്നതാണ്. ഇല്ലല്ലോ. അത് ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഒരു മെന്റലിസ്റ്റ് ഷോയിൽ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഡെറൻ പറഞ്ഞിട്ടുണ്ടായിട്ട് അറിയാം. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ആളുകളെ, അല്ലെങ്കിൽ നിങ്ങൾ അത് പറയുന്നില്ലെങ്കിൽ ആളുകളെ വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്ന ഷോ ആണ്. എക്സാക്ട്ലി. പക്ഷെ ഈ നാട്ടിൽ നിന്നിട്ട് കൂടുതൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിലും കൂടുതൽ ഇതാവണമെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നതായിരുന്നു ലാഭം. അല്ല ആണ്. പക്ഷെ അത് നമ്മുടെ ജീവിതം കൊണ്ട് അതല്ല ശ്രമിക്കുന്നത്. എന്തറിയോ, ഇത് ഇനിയും കാലം കുറേ മുമ്പിലോട്ട് പോകുന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. നമ്മൾ കല്യാണി ഇവിടെ ഉണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഇവഞ്ച്വലി ഇപ്പൊ പറയുന്ന ഈ പല ഫേക്ക് ഐഡിയാസും ആൾക്കാരൊക്കെ പൊളിയും. അങ്ങനത്തെ ആശയങ്ങൾ കാലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതല്ലേ അല്ലേ? അന്ന് ഒരു കള്ളനായിട്ട് അറിയുന്നതിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഉള്ളതിപ്പം തന്നെ പറഞ്ഞാൽ പോരെ. ഐ വുഡ് റാദർ എൻലൈറ്റൻ പീപ്പിൾ വിത്ത് ഈ സ്കില്ല്. നമുക്ക് പറയാനുള്ള ആശയങ്ങളും കഥകളും എല്ലാം, അല്ലെങ്കിൽ ഏറ്റവും നന്നായി പറയാൻ, എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ അറിയുന്ന ഒരു മീഡിയം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആർട്ട് ഇതിപ്പോൾ നോട്ട് ജസ്റ്റ് ഒരു മെൻ്റലിസം ഷോ പോലെയോ മാജിക് ഷോ പോലെയോ അല്ലല്ലോ. ഇതൊരു പ്ലേ പോലെ ആയിട്ടുണ്ട്. ഒരു സിനിമാറ്റിക് ഒരു പ്ലേ ആണ്. അതിനുള്ളിൽ നമുക്കിതെല്ലാം പറഞ്ഞു പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. So, do you identify yourself as an artist or like ഒരു mentalist എന്ന് പറയുമ്പോൾ it's something, പക്ഷെ അത് ഇതിൽ ഉപയോഗിക്കുന്നത് ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഒരു പ്ലേസ് ഉള്ളത്. മ്യൂസിക്കിനുണ്ട്. അതായത് ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്കിതൊരു സെലിബ്രേഷൻ ആവണമെന്നുണ്ടായിരുന്നു. നോട്ട് ടു സീരിയസ്, നോട്ട് ടു ഫിലോസഫിക്കൽ, പക്ഷെ ഇതെല്ലാം വേണം. അപ്പോൾ ഒരു സിദ്ദിഖ് ലാൽ മൂവി, അവരുടെ ഒരു മൂവീൻ്റെ ഒരു മീറ്റർ എടുത്താൽ അതിൽ ഹ്യൂമർ ഉണ്ടാവും. അതിൽ ഞാനിത് ഒരു ട്രേഡ് സീക്രട്ടാണ് ഒന്നും വിചാരിക്കുന്നില്ല. ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായാൽ നല്ലത്. അപ്പോൾ അതിൽ ഹ്യൂമറിനുള്ള എത്രത്തോളം വേണം. ഹ്യൂമർ എന്ന് പറയുമ്പോൾ അതൊരു സ്ക്രിപ്റ്റഡ് ഭയങ്കര പുഷ് ചെയ്ത് ട്രൈ ചെയ്ത് ഹാർഡായി ചെയ്തിട്ടുള്ളതൊന്നും വേണ്ട. നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ അലേർട്ടായി നിന്നാൽ മുമ്പിൽ എന്തെങ്കിലും കിട്ടും മതി. അപ്പോഴേ അവരും കൂടെ അതിൽ പാർട്ടാവുള്ളൂ. ഞാനും നിങ്ങളല്ലേ സ്റ്റേജിൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ ഓഡിയൻസ്. പക്ഷെ ഈ 600 അല്ലെങ്കിൽ 1000 പേർക്കും ഇത് അവരുടെയും കൂടെ കഥയായിട്ട് തോന്നണത് സോ ലൈവ് ആൻഡ് റിയൽ. അപ്പൊ ഹ്യൂമർ എന്ന് വെച്ച് ഒരാൾ ഭയങ്കര പൊട്ടിക്കരഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ വേണ്ടാത്തടുത്ത് പോയി തമാശ പറഞ്ഞാൽ ദേഷ്യം വരില്ലേ? അപ്പൊ അതും പറ്റില്ല. മീറ്റർ ഹാവ് ടു ബി. അപ്പൊ ഞാൻ ഇതിന്റെ സമവാക്യെല്ലാം 1-2 ഇന്റർവ്യൂവിലും മറ്റും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സ്റ്റാക്ക് ചെയ്യുന്നത്, ഇമോഷൻസ്, വൈരുദ്ധ്യമുള്ള ഇമോഷൻസ് തമ്മിൽ സ്റ്റാക്ക് ചെയ്ത്. ഒരു ടൈം ഡിലേ പ്രിൻസിപ്പിൾ ഉണ്ട്. അതിനെപ്പറ്റി അത് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാട്ടോ, രസമാണ്. അപ്പൊ അതിനു മുമ്പേ ഇതിലിപ്പോ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആ ഷോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഹൈലി എൻ്റർടൈൻമെൻറ്റ് സിനിമയിലുള്ള എന്ത് ചേരുവയാണ് അതിൽ മിസ് ചെയ്യുന്നത്? അതിൽ ചിലപ്പോൾ മ്യൂസിക് ഉണ്ട്, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഇമോഷൻ നോക്കിയാൽ നമ്മളെല്ലാം കവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നൊസ്റ്റാൾജിയ, ആക്ഷനാണ് ഇല്ലാത്തത്. അത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് അതിൻ്റെ ഒരു സ്വാഗിന് ആക്ഷനെ പലപ്പോഴും റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ലൂസിഫർ എടുത്ത് നോക്കിയാൽ അതിൽ ആക്ഷൻ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുന്ന കുറേ അങ്ങോട്ടാണ്. അതുവരെയും നമുക്കതിൽ ഒരു ആക്ഷൻ ഇല്ലാത്ത പോലെ തോന്നില്ല. ഇറ്റ്സ് സോ ഗ്രിപ്പിംഗ്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ് സ്വാഗിന് ആക്ഷനെ റീപ്ലേസ് ചെയ്യാം. ഹീറോയിക്. അപ്പം അപ്പം അതും ഓക്കെ. ഇനി അപ്പം നമ്മളിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലില്ലാത്ത എന്തെങ്കിലും മൊമെന്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സിദ്ദിഖിക്കയുടെ മൂവിയാണ്, സുദീഖ് ലാലിൻ്റെ മൂവി ആണെങ്കിൽ അവരിങ്ങനെ ഇൻഹരിയർ നഗർ എടുത്തോ, നിങ്ങൾ ഏതും എടുത്തോ, അതിൽ ഒരു ഏരിയ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഡീപ്ലി ഇമോഷണൽ ഉണ്ടാവും. അതിലിപ്പോൾ സായികുമാറിൻ്റെ ആ പാസ്റ്റ് പറയുന്ന ഒരു സമയം അത് നമുക്ക് ഉള്ളിങ്ങനെ പടിയില്ല. ആ സമയം ചെറുപ്പത്തിലേ നമുക്ക് കഥയൊന്നും ആ സമയം എത്തുമ്പം പേടിയാ. അന്ന് ഇത് 10 പ്രാവശ്യം കാണുമല്ലോ ബി ക്ലാസ്സിലോ ഇല്ലല്ലോ. അപ്പം ആ സമയത്ത് എത്തുമ്പോൾ ഇതൊന്ന് സ്കിപ്പ് ആയിരുന്നെങ്കിലോ എന്നുള്ളൊരു പേടി. അപ്പം അങ്ങനെ കൊളുത്തി വലിക്കുന്ന ഒരു ഇടം വേണം. അഗെയിൻ അതിന് വേണ്ടി ടു ഫോഴ്സ് ട്രൈ ചെയ്യാനൊന്നും പാടില്ല. And then each show hits. നിങ്ങൾ ശരിക്കും ലൈവായിട്ടൊരു സിനിമ ചെയ്യുക. എക്സാക്ട്ലി അല്ലേ? ഇൻട്രസ്റ്റിംഗ്. പക്ഷെ എനിക്ക് ബേസിക്കലി നിങ്ങളുടെ ഷോയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിന് എനിക്ക് ആക്ച്വലി ഒരു ക്യൂരിയോസിറ്റി ഇല്ല. എന്താണെന്ന് വെച്ചാൽ
എന്താന്ന് വെച്ചാൽ ഐ നോ ദാറ്റ് യു ഹാവ് ഫിഗേർഡ് ഔട്ട് എ വേ ടു എന്തൊക്കെയോ യു ഹാവ് ഡൺ ഇറ്റ് ആൻഡ് ഇറ്റ്സ് യുവർ സീക്രട്ട് ആൻഡ് യു ആർ നോട്ട് ഗോയിങ് ടു സേ ഇറ്റ്. അപ്പോൾ നമ്മൾ അതിനെ പറ്റി, പക്ഷേ വാട്ട് ഐ എം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഈസ് ഹൗ ഡിഡ് യു ഗെറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിദ്ദിഖ് ലാലുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ജസ്സിനെ, യു ആർ കൊളാബറേറ്റിംഗ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് യു റീഡിങ് എ ലോട്ട് ഓഫ് ബുക്സ്. ഓക്കെ, ഇത് ക്യാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ് ജേർണി? ഒരു നാട്ടിൻ പുറത്തുനിന്ന് വന്നൊരു ആള്, പൊതുവെ മേ ബി ഇംഗ്ലീഷ് മലയാളം മീഡിയത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. പിന്നല്ലാണ്ട് US പോയി, അവിടെ പഠിച്ചു. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എ കണ്ടിന്യൂസ് ജേർണി ഓഫ് ലേണിംഗ്. വാട്ട് ക്യാൻ മൈ ഓഡിയൻസ് ലേൺ അബൌട്ട് ദാറ്റ് ജേർണി? അത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള, അതിന് മുമ്പ് ഒരു പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഇപ്പോൾ ഈ ഷോയിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നതും അതൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ഉണ്ട്. അതിനേക്കാളും കൂടുതൽ ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് കാണുന്നത് ദ സ്റ്റോറി വി ആർ റൈറ്റിംഗ് നൗ. എഴുതാതെ എഴുതുന്ന കഥ. ഇപ്പം ഈ 10 ഷോ തുടങ്ങി, സെപ്റ്റംബർ 13 തുടങ്ങിയ 10 ഷോ തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മളൊരു സീസണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ 10 ഷോ നമുക്ക് അതിൽ ഉൾപ്പെടുത്താനേ തോന്നുന്നില്ല. യു നോ ദ റീസൺ. മേ ബി അത് കഴിഞ്ഞിട്ടാണ് ഞാനും ജിസും ഒന്നിച്ച് ചെയ്യാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പം വി ആർ പാർട്ട്നേഴ്സ്. നമ്മുടെ കമ്പനിയാണ് ഇപ്പം ഇത് ഹാപ്പിനെസ് ലൈബ്രറി നമ്മളിങ്ങനെ കൊണ്ടുവന്നു. അതുകൊണ്ട് ആ 10 നമ്മളിതിൽ കൂട്ടുന്നില്ല, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് സാഡ് പത്തറ്റിക് ഇൻസിഡൻറ്റ്. ഇനി അത് കൂട്ടിയാലും പക്ഷേ ഒരു കഥയായിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ തുടങ്ങണം. സെപ്റ്റംബർ 13 ഒരു 3 മാസം മുമ്പേ തുടങ്ങണം. അവിടെയാണ് ഇതൊരു മനോഹരമായിട്ടുള്ളൊരു കഥയാവും. സിനിമയാക്കാൻ പോകുന്ന കഥയല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹേർഡിൽസ് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങൾ ഇത്ര മാസം കൊണ്ട് ഇത് ബ്രേക്ക് ചെയ്ത ഒരുപാട് റെക്കോർഡുകളുണ്ട്. നമ്മളത് കൊട്ടിക്കൊഴിച്ച് പറയാത്തതാണ് ഇതുവരെ. കാരണം ഒരു റെക്കോർഡ് കിട്ടിയ ആ പുസ്തകത്തിൽ അത് അതിൻ്റെ ഫസ്റ്റ് അതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ പറയുന്നത് ദ ഹേർഡിൽസ് നമ്മളത് ടാക്കിൾ ചെയ്ത രീതികൾ. ഞാനും അവനും ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ രാജാ സാർ നമ്മളൊരു 4-5 പേര് തീരുമാനിക്കുന്നതിനപ്പുറത്ത് ഒരു ഹെൽപ്പ് നമുക്കില്ല പ്രൊഫഷണലി. കിട്ടി. ഞാൻ പറയുന്നത് അപ്പം അതിലപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പുസ്തകങ്ങളും അവൈലബിൾ ആയിരുന്നില്ല. അതായത് ഇപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന് ചെയ്യാൻ നോക്കി 2 ഷോ അതിദുരന്തമായി എൻ്റെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി നമ്മൾ മിണ്ടാതെ അത് പഠിച്ചിട്ടിരിക്കുമായിരിക്കും. ഇതല്ലല്ലോ, അതില്ല. സോ വാട്ട് ഇഫ് തിയേറ്റർ കൾച്ചർ ഇല്ല നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്? പിന്നെ ഒന്ന് നോക്കിയാൽ കൂടിയാട്ടം, കഥകളി, ഇങ്ങനത്തെ വലിയൊരു കൾച്ചർ നമുക്കുണ്ട്. പക്ഷെ അത് മോഡേൺ തിയേറ്റർ അത് വേറെ ലെവലാണ്. പക്ഷെ അതിലൊന്നും ഒരു കൈയടിക്കുന്ന ഏരിയ പോലും ഇല്ല. ആലോചിച്ചാൽ അവിടെയാണ് നമ്മൾ ഇത് ഒരു ആർട്ടിസ്റ്റിന് ഇപ്പം നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ സ്മൂത്ത് ലാൻഡിങ് ആണെങ്കിൽ വിദേശത്തെ ആളുകൾ കൈയടിക്കും. അത് പൈലറ്റിനുള്ള റെസ്പെക്റ്റ് ആണ്. അത് അറിയാത്ത ഒരാൾ അത് പഠിപ്പിക്കണ്ടേ? അപ്പൊ അത് അറിയാത്ത അല്ല, അത് അതിന് ജനങ്ങളെ കളിയാക്കല്ലേ വേണ്ടത്. ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, വി ആർ ഓൾസോ എഡ്യൂക്കേറ്റിംഗ് ദം. ഇതിൻ്റെ ഉള്ളൊരു ബ്ലൂ പ്രിന്റ് നമ്മൾ എവിടെയും ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. സോ വി ആർ റൈറ്റിംഗ് ഇറ്റ് ഇൻ ഓർഡർ ടു ഹെൽപ്പ് അതേഴ്സ് ആസ് വെൽ. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് ഇതുപോലൊരു സമയത്ത് ഞാൻ ശ്രദ്ധിച്ച് നമ്മൾ ഒരു അപ്പം ആരും ഇപ്പം എത്രയോ പേര് പറഞ്ഞു വന്നിട്ട് നമുക്ക് ഷോ ഒന്നും ഇനി നടക്കില്ല, ആരും സ്പോൺസർ ചെയ്യുന്നില്ല. കാരണം കോവിഡ് കഴിഞ്ഞതല്ലോ, മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് ഞാനത് ഇതുപോലൊരു ഡയറിങ് ഡിസിഷൻ എടുത്തു. അന്ന് ഇതുപോലെ നമ്മളൊരു 4 ഷോ എന്ന് പറഞ്ഞത് 13 ഷോ പോലെ. 4 ഷോ ചെയ്യാൻ 4 ഷോ പറഞ്ഞാൽ 4 വീക്കെൻഡിൽ ഓരോ ഷോ. ഇവിടെ ട്രിവാൻഡ്രത്ത് അന്ന് എൻ്റെ ഒരു സുഹൃത്ത് നന്ദ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ആ 4 ഷോ എന്ന് പറഞ്ഞ് ചെയ്ത് ഈ 4 എന്തായെന്ന് വെച്ചാൽ എലാബറേറ്റഡ് ആയി നിർത്താൻ പറ്റുന്നില്ല, ഡിമാൻഡ് കൂടിയിട്ട്. അത് 13 എവരി സാറ്റർഡേ ഷോ 13. അല്ലല്ല, കേരള എല്ലാ ജില്ലയിലും ചെയ്തു നമ്മൾ. അന്ന് നമ്മൾ പറഞ്ഞത് ഓക്കെ, അന്ന് പറഞ്ഞ അതേ കാര്യമാണ്. ഈ ബ്ലൂ പ്രിന്റ് നമ്മൾ ആർക്ക് വേണമെങ്കിലും തരാം, നിങ്ങളിത് എടുത്തോ. കാരണം അന്ന് ആർട്ടിസ്റ്റുകൾ ആവശ്യമുള്ള സമയമായി. ആർട്ടിസ്റ്റിന് ആവശ്യമുള്ള സമയമാണല്ലോ എപ്പോഴും. ആർട്ടിന് നമ്മൾ എന്തിനാ? പക്ഷെ ആ സമയം ചരിത്രത്തിൽ നമുക്ക് കിട്ടിയ വലിയൊരു ലെസൺ, നമുക്ക് പ്രൗഡോടെ പറയാൻ പറ്റുന്ന ഒരു സാഗടിക്കാൻ പറ്റിയ സാധനമാണ്. അല്ല ആർട്ടേ തൊലഞ്ഞു പോകുന്നുള്ളൊരു സ്റ്റേജിന് തിരിച്ചു വരുമോ, തിയേറ്റർ ഉണ്ടാവുമോ എന്നൊന്നും അറിയാത്തൊരു സമയത്ത് വി ഇനീഷ്യേറ്റഡ് സംതിങ്. അപ്പം
സ്പോൺസേഴ്സ് ഇല്ലാതെയും ഒരു ഷോ ഇവിടെ സക്സസ് ആക്കാൻ പറ്റും. സ്പോൺസേഴ്സ് വരണ്ട. നമുക്കന്ന് സ്പോൺസേഴ്സിനെ കിട്ടായിരുന്നു. നമ്മൾ അന്ന് നമ്മൾ സ്പോൺസേഴ്സിനെ വെക്കാഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ നിന്നാണ് ആൾക്കാർ ഇൻസ്പയർ ആവേണ്ടതെന്നുള്ളതാണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അത് അത്ര അഡ്മയർ ചെയ്യുന്ന പോലെ. ഷോ ഭയങ്കര സക്സസ് ആയിരുന്നു എല്ലാം കൊണ്ടും. പക്ഷെ ഒരു അഡ്മയർ ചെയ്യുന്ന പോലെ ആരും അത് ഫോളോ ചെയ്ത് പഠിക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കുറെ പേര് റാദർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ കോപ്പി ചെയ്തു. ഏത് ഈ ബ്ലൂ പ്രിന്റ് കോപ്പി ഉണ്ടതിന് പകരം നമ്മുടെ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്തു. അങ്ങനെ കുറെ സംഭവിച്ചുള്ളതല്ല, അതിന് വലിയ പോസിറ്റീവ് ആയിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പം ഓണസ്റ്റ്ലി ജെനുവൻലി വട്ട് ഐ ഹാവ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ഒരു തിയേറ്റർ കൾച്ചറിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ കൂടിയ ഇങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് ഫ്ലൈറ്റ് ലാൻഡിങ്ങിലിട്ട് പോയി എന്നെല്ലാം പറഞ്ഞില്ലേ, ആൾക്കാരെ മോഡേൺ തിയേറ്ററിൻ്റെ ഒരു രീതികൾ പഠിപ്പിക്കാതെ കുത്തിയിരുന്ന് ക്ലാസ് എടുത്ത് കൊടുക്കണ്ട. ദേ വിൽ ഗെറ്റ് ഇറ്റ് ഇവൻച്വലി. ഒരു തിയേറ്ററിനകത്ത് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് അവിടെ ഫോൺ എടുത്തു വിടാത്തത്, ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അത് ആർട്ടിസ്റ്റിനേക്കാൾ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഹാർമണിയിൽ കൈയടിക്കുമ്പോൾ ഹൗ എവ്രി ഇൻഡിവിജ്വൽ ലൈക്ക് കണക്റ്റിങ്, അവരൊരു ത്രെഡ് ഉണ്ടാക്കുന്നു. ഒരു അത്ഭുതം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തൊട്ടടുത്ത ആളെ നോക്കും നമ്മൾ. അവിടെയാണ് ഹൗസ്ഫുൾ ആവാത്ത ഷോയിൽ എനിക്ക് വിഷമം. 4 സീറ്റ് എം ടി ആയാൽ ആ ചെയിൻ ഓഫ് തോട്ട് കട്ടാണ്. ഈ ഒരു ഐഡിയ ജനങ്ങൾക്ക് പതിയെ കൊടുത്തിട്ട് എന്തോരം ടാലന്റഡ് ആൾക്കാരുണ്ടെന്നറിയോ. ഇത് ടാലന്റ് മാത്രമല്ല, ഈ ബേസിക്കലി ഇപ്പൊ ഡിജിറ്റൽ ഇതൊക്കെ വന്നിട്ടേ ഇത് ലോട്ട് ഓഫ് ഐസൊലേഷൻ. നമ്മളൊരു ഗ്രൂപ്പിന്റെ പാട്ടാവാൻ കഴിയാന്ന് പറയുന്നത് മനോഹരമാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും എവിടെയുണ്ട്, അല്ലെങ്കിൽ ഇനി ഉണ്ടാവണം. സോ എന്നെ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ഒന്ന് ഡെഫിനറ്റ്ലി ആ തിയേറ്ററിലുള്ള മോർ ദാൻ ആ 2.5 മണിക്കൂർ പ്ലേനേക്കാളും അത് കഴിഞ്ഞിട്ട് ഗ്രീറ്റ് ആൻഡ് മീറ്റ് ആണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. കാരണം അവിടെ ചിലപ്പോൾ അത് 2 മണിക്കൂർ നമ്മൾ ഈ പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ ബ്രീഫ് സമയമായിരിക്കും, പക്ഷെ അവരുടെ കഥകൾ കേൾക്കാൻ അവർ സംസാരിക്കുന്നു, ഭയങ്കര ഒരു എനർജി ഉള്ളത്. പിന്നെ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന പാർട്ട് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. ദാറ്റ് ഐ ഹാവ് എ ബുക്ക് ഇൻ മൈൻഡ്. ഇവിടെ വേണം, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ലൈബ്രറി അത് എടുത്ത് വെക്കണ്ടാവും. അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ കർണഭാരം പോലെ ഒരു ഛായാമുഖി പോലത്തെ പ്ലേ ഒക്കെ അത് വലിയ റെവല്യൂഷണറി പരിപാടിയാണ്. അത് പക്ഷെ ആ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിൽ നിന്ന് നമ്മളിപ്പോൾ പറയാൻ നോക്കുന്ന വഴി ആക്ച്വലി അഡ്വൈസബിൾ അല്ല. ടു മച്ച് റിസ്ക്, അതാണോ? Craziness. Okay. No, this is absurd. കുറച്ച് ഓവർ ആയാലേ എല്ലാവരും ശ്രദ്ധിക്കും എന്ന് പറയുന്ന അത് അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. സോ ദാറ്റ് ഐഡിയ ഇസ് ദാറ്റ് ബുക്ക്. അത് സംഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന ആശയാണ്, അല്ലെങ്കിൽ ബാലു ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനൊരു ചർച്ച ഉണ്ടായിരുന്നു. അവന് വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ജനങ്ങളെ തിയേറ്റർ കൾച്ചർ പഠിപ്പിക്കാൻ. അന്ന് ഞാനും ബാലുവും നമ്മുടെ പാർട്ട്ണർ രാജമൂർത്തി, ഞാൻ നേരത്തെ പറഞ്ഞത് ജിസിം രാജ എന്ന് പറഞ്ഞു, നമ്മൾ 3 ആളോടും ഇങ്ങനെ സംസാരിച്ച് പോയതാണ്. അപ്പോൾ അത് അവയർനെസ് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ലാലേട്ടൻ സംസാരിച്ചൊരു കാര്യമാണ്. അത് ഉണ്ടായാൽ വളരെ നല്ലതാ. നമ്മുടെ നാട് അതിന് പറ്റിയ നാട് വന്നത് നല്ല നാടാ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കത് അത് എന്ത് രീതിയിലേക്കും നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ് ഒരു ലൈവ് തിയേറ്റർ. അതിന് കൊടുക്കാൻ പറ്റുന്ന കുറേ മാജിക് ഫീലിങ്ങുകൾ ഉണ്ട്. ഒരു ക്ലീൻ എന്റർടൈൻമെന്റ് നമ്മുടെ നാട്ടിലില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രാജഡി. നിങ്ങൾ ഉദ്ദേശിച്ചത് ഇൻസോമിയ അല്ലാതെ വേറെ ഇല്ല എന്നാ? പൊതുവെ അല്ല നമ്മള് ഇത് ഞാൻ ഇൻ ജനറൽ പറഞ്ഞതാണ്. ഉണ്ടായിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അത് മാത്രല്ല, ഇപ്പൊ കേരളത്തിലല്ല, ഇപ്പൊ കേരളത്തിൽ പൊതുവെ നമ്മളിപ്പോ ചെന്നൈയിലും ഡൽഹിയിലൊക്കെ ചിലപ്പോ അതാണ് പറഞ്ഞത്, ജനങ്ങൾക്ക് കുറച്ചുകൂടെ അവരായിട്ടുണ്ടെങ്കിൽ ഒരു തിയേറ്ററിലേക്ക് എത്താനും അതെത്തേണ്ട കാരണവും ഇപ്പോൾ അവരെ പറയപ്പോഴും ആൾക്കാർ പൈസ അല്ല ഒരു സിനിമക്കോ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ ഇതിലേക്ക് ഇങ്ങനത്തെ ഷോസിലേക്ക് കൊടുക്കുന്ന അവരുടെ സമയമാണ്. അത്രയും സമയം അവരിയ്ക്കുക, ഒരു ആർട്ടിക്കിൾ ഡ്രൈവ്, ഒരു പല കാര്യങ്ങൾ മാറ്റി അല്ലേ, അങ്ങനെ എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് കണ്ടുപിടിക്കാൻ ഒരു സ്ക്രോളിൻ്റെ ആവശ്യം പോലും ഇല്ലാത്തൊരു സമയത്ത് അവരുടെ എൻ്റർടൈൻമെൻറ്റ് സെലക്ട് ചെയ്യാൻ 100 ഓപ്ഷനുള്ള സമയത്ത് അവരാഴത്തേക്ക് എത്തിച്ച് അത് ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സോ കൺക്ലൂഡിങ് ദാറ്റ് ബുക്ക് ഐഡിയ, അത് ഇവിടെ ഉണ്ടായാൽ ഫ്യൂച്ചറിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഒരു 3-4 പേര് ചേർന്ന് നടത്തിയിരുന്നു. അത് കേരളം പോലൊരു സ്ഥലത്ത് വിജയമായിരുന്നു. അതിൻ്റെ പാർട്ടായത്
റെവല്യൂഷണറി രീതിയിൽ പാർട്ടായത് ഇതിന് വന്ന് അല്ലെങ്കിൽ ഇതിന് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത ഓരോ വീട്ടമ്മമാരും അല്ലെങ്കിൽ പല സ്കോട്ട്ലൻഡിലും മറ്റും ഇരുന്നിട്ട് പാരൻസിന് അച്ഛനും വയസ്സായവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഓരോ ഇതിൽ കുറേ കഥകളുണ്ട്, കുറേ ഇമോഷണൽ കഥകളുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും അറിയാതെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് വെയിറ്റ് ചെയ്ത് ഒരു സംഭവം ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവിടെ ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ചെയ്തിട്ട് ഇവരെല്ലാവരും ഇതിന്റെ പാർട്ടാണ്. അതായത് അവരറിയുന്നില്ല ഇത് ഇത്രയും ഓഫ് ബീയിങ് എനിത്തിങ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമായിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളൊരു 350 സ്പീഡിൽ ഇങ്ങനെ കാർ ഓടിച്ചിട്ട് നിൽക്കുമ്പോൾ പതിയെ ഒന്ന് ബ്രേക്ക് ഔട്ടിയാലും പ്രശ്നമാണ്. അപ്പം അത്ര സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി റിയലി സൂപ്പർ കെയർഫുൾ. ആൻഡ് ഇപ്പം ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചർ. കിട്ടിയോ? എനിക്ക് 2 എക്സ്ട്രീമേ അറിയുള്ളൂ. അപ്പോ അതിന്റെ വരാനുണ്ടെന്ന്. അതായത് ഇനി വീണ എഴുന്നേൽക്കാൻ പറ്റുമോ? അതൊന്നല്ല, അല്ല, ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങിയെന്ന് വെച്ചാല് ഇതിന് വലിയ എന്തോ അങ്ങനെ അല്ല അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ അറിയുള്ളൂ. അപ്പൊ പക്ഷെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. അതിന് ഇപ്പൊ ഈ സമയത്ത് എനിക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ദുരന്തം ഞാനൊരു മൂഡ് സ്വിങ്ങിലേക്ക് പോകാന്നുള്ളതാണ്. അല്ല, പൊതുവെ നമ്മളിങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളുകള് പൊതുവെ ഒബ്വിയസ്ലി ആ സമയത്ത് പെയിൻഫുൾ ആണെങ്കിലും you become an entirely different, new and more capable person, right? അതെ, മുമ്പ് ഞാനൊരു 4 ഷോ ചെയ്തിട്ട് പിന്നെ ഞാനൊരു 4 മാസം ചിലപ്പോൾ ഷോ ചെയ്യില്ല. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ പിന്നെ ചിലപ്പോൾ ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂഡൊന്ന് മാറ്റിക്കളയണമെന്ന് തോന്നുമ്പോൾ എനിക്ക് എൻ്റെ അഡ്രിനാലിൻ എനിക്ക് തിയേറ്ററിൽ നിന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പൈസ എല്ലാം തീരണം. അപ്പം എന്തെങ്കിലും റീസൺ ആയിരിക്കും പിന്നെ ചെയ്യുന്നത്. ഇപ്പം അതൊന്നും അല്ലാതെ ഒരു അഗ്രസീവായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നതില്ല. പക്ഷെ എൻ്റെ നേച്ചർ വെച്ചിട്ട് എനിക്കിത് ഏത് സമയത്തും വരാം. അതുകൊണ്ട് മുമ്പിലോട്ട് ലോക്കാക്കിക്കൊണ്ടിരിക്കുക, കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതിന് എന്ത് സങ്കടത്തിലാണെങ്കിലും പ്രോമിസ് തെറ്റിച്ച് കുറേ പേര് എഫക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മളത് ആ കമ്മിറ്റ് ചെയ്തത് നമ്മൾ തീർക്കും. സെപ്റ്റംബർ ഒക്ടോബർ വരെ മറ്റോ ഐ കാൺ പോസിബിളി വിഡ്രോ. അതാണ് ഞാൻ പറയുന്നത്. ഈ കൂടിയുള്ളവര് പൊന്നു പോലെ ജിസായാലും രാജായാലും അവരാദ്യം ചോദിക്കുന്ന അവൻ എങ്ങനെയാണ്, അതായത് എന്നെ വിഷമിപ്പിക്കുന്ന ഒന്ന് അവര് അതിൽ ചെയ്യാതിരിക്കാൻ മാക്സിമം അവരും എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പാമ്പറിങ് കിട്ടി വളരുന്നത് നല്ലതെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഇത് കിട്ടിയിരിക്കുന്നല്ല, ദിസ് ഈസ് സംതിങ് യു ഹാവ് ഏൺഡ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഒരുപാട് എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നതല്ല, ഇല്ലാത്തതുകൊണ്ട് ഇത് ചിലപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പം ഈ പറയുന്ന സിഗ്നിഫിക്കൻസ് ആളുകൾക്ക്. അത് ഈ ഷോനെ പറ്റിയിട്ടൊന്നുമല്ല, ഈ അറ്റംപ്റ്റിനെ പറ്റിയിട്ടും ആ യാത്രേനെ പറ്റിയിട്ടും വന്ന്. അപ്പോൾ വേറൊരു സൈഡിൽ ഒരു ലിറ്ററേച്ചർ ഇഷ്ടമുള്ള, എഴുതാൻ ഇഷ്ടമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും ബി ഇൻ ലവ് വിത്ത് എ റൈറ്റർ സോ യു ക്യാൻ നെവർ ഡൈ എന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചോ, ബി ഇൻ ലവ് വിത്ത് എൻ ഇന്റർവ്യൂവർ എന്ന് ആലോചിച്ചോ, അപ്പൊ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ഐഡിയ കിട്ടുമായിരിക്കും. എടോ അങ്ങനെ അതൊന്ന് ആലോചിച്ചാൽ പറയുമ്പോ ബി ഇൻ ലവ് വിത്ത്, കാരണം എന്താ അറിയോ, അല്ലല്ല ആക്ച്വലി അത് ഏത് ആർട്ടിസ്റ്റിനും പറയാം. ഇപ്പൊ ഒരു ഡയറക്ടറോടാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ സന്തോഷം, ഇതിന്റെ അവരുടെ മൊത്തം മൂഡ് ബാലൻസ് ചെയ്യുന്ന അതിലൊന്നായിരിക്കില്ല ചിലപ്പോൾ അവരുടെ പ്രണയം, അല്ലെങ്കിൽ ഓക്കെ ഹോർമോൺ അറ്റാച്ച് ടു ഇറ്റ്. അപ്പൊ അത് അവരുടെ ക്രിയേറ്റീവിലും കാണുന്ന അതൊന്ന്. റൈറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് കുറിച്ച് വെച്ചാൽ അത് മെറ്റഫോർ ആയാലും അല്ലെങ്കിൽ ആ പ്രിയ നീ ആയിരുന്നു എന്നുള്ള വട്ടവർ, അതുകൊണ്ടായിരിക്കും അത് പറയുന്നത്. എൻ്റെ പോയിന്റ് അതല്ല. ആ തോട്ടെന്ന് മുമ്പേതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ശ്രീനിവാസ് ചേട്ടനാണ് ആരാ എഴുതിയത്, എനിക്കൊരിക്കൽ ആത്മകഥ എഴുതേണ്ടി വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ, ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലേ, അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ ഭയങ്കര സംഭവ ബഹുലാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് കുറേ പേര് പറഞ്ഞു അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ലേ. ഓക്കെ, കുറച്ച് സ്വാഗ് പറയാം. അല്ലല്ല, നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങളെ ഇങ്ങനെ സമീപിക്കാനും ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കണം. ഇത് നമ്മളുടെ ഒരു രീതി നമ്മൾ തീരുമാനിച്ച അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത
ഇവഞ്ച്വലി ബിക്കമിങ് പോലെയാണ്. എന്നാലും ഇങ്ങനെ തന്നെ മതിയെന്ന് നമ്മൾ തീരുമാനിക്കുന്ന. അത് എൻ്റെ പെരുമാറ്റത്തിൻ്റെയോ രീതികളിലോ ഏറ്റവും നല്ല എക്സ്റ്റൻഷനിലൊന്ന് അല്ലേ. എന്നാൽ നല്ല അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ആലോചിക്കാനും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. ഇത് ഞാൻ വളർന്നു വന്ന സ്ഥലം തന്നെ പറയുന്നത് അങ്ങനെ ഒരു വീട്ടിൽ നിന്നാണ്. അഡ്വഞ്ചർ അല്ല, ഒരു സമാന്തര കോടതി പോലെയാണ് എൻ്റെ വീട്. അച്ഛൻ്റെ ഏട്ടൻ അവരൊക്കെ ഒരു നാട്ടിലെങ്ങനെയായിരുന്നു, അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരു സമാന്തര കോടതി പോലെ പറയില്ലേ അവർക്ക് അങ്ങനെ ചെയ്യാം. അത് അപ്പൊ ഇത് കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. അല്ല, can you I want to understand a little bit more. നിങ്ങൾ നായക സിനിമ കണ്ടിട്ടില്ലേ? അതിൽ എന്നുവെച്ചാൽ അവര് ഗുണ്ടായിസം കാണിക്കുന്ന ആൾക്കാരല്ല, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള. പക്ഷെ അവർക്ക് അങ്ങനെ പറയാനുള്ള സ്പേസ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു, ഒരു സ്റ്റേഷനിലേക്ക് എവിടെയായാലും. അപ്പം എൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിൽ എല്ലാം അക്കാഡമിക്കലായിട്ട്, പിന്നെ സത്യം നേർമ അത് ഇപ്പുറത്തും അതുണ്ട്. പക്ഷേ ഇപ്പുറത്ത് അതിന് അധികാരം ഉപയോഗിക്കാം ഒരു നാടിന്, നമുക്കൊരു നല്ലതൊരു ചെയ്യണമെന്നുണ്ടെങ്കിൽ. എൻ്റെ പോയിന്റ്, എനിക്കിത് രണ്ടും അറിയാം. അപ്പോൾ ലൈഫിൽ എവിടെയെങ്കിലും ഇതുപോലെ ഉള്ള ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നു, അവരെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് നല്ലതെന്നൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് നല്ല ധാരണയുണ്ട്. ഞാനാണെങ്കിൽ അവർ അന്ന് പറഞ്ഞു തരുമ്പോൾ വിചാരിച്ചതിനേക്കാൾ എക്സ്ട്രീമിറ്റിയിൽ ഭ്രാന്തുള്ള ഒരാളാണ്. ഐ മീൻ അങ്ങനെ ചിന്തിക്കാൻ അറിയുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും ഒന്നിലൊന്നുമില്ല അല്ലെങ്കിൽ ഒന്നിച്ചു. അപ്പം ഞാൻ ആ സാഹചര്യം എൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഭയങ്കരമായിട്ട് വഷളാവായിരുന്നു, ഭയങ്കരമായിട്ട് അഗ്രവേറ്റ് ആവുമായിരുന്നു. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എൻ്റെ സമാധാനം കളയാനോ എന്നെ അതിനെ എഫക്റ്റ് ചെയ്യാനുള്ള പാകം ആ ഇഷ്യൂവിന് ഉണ്ടായിട്ടില്ല. ഞാൻ ആ ഫ്ലൈറ്റ് ഇറങ്ങിയത് അബുദാബിയിൽ അത് ഇറങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ കോള് കിട്ടിണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജിസ്സിനെ ആദ്യം വിളിച്ചിട്ട്, അളിയ, ഞാൻ വളരെ വേറെ തന്നെ ഒരു രീതിയിലാണ് അവനോട് സംസാരിച്ചത്. സി, ദിസ് ഈസ് എ മൊമെന്റ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുക. അപ്പം അവനും വിഷമാവരുതല്ലോ, അവനും ജന്മത്തിൽ ആലോചിക്കാത്തൊരു കാര്യം, അവൻ പാർട്ടാവാത്തൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു, യു ട്രസ്റ്റ് മീ, ഇത് എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഐ വെൽക്കം ഇറ്റ്. ഇത് എന്നെ കൈകാര്യം ചെയ്യാൻ വിടൂ. ഒരു 2 മണിക്കൂർ കൊണ്ട് അങ്ങനെ അവരെന്നെ ഭയങ്കരമായിട്ട്, അവരെ കുറേ ഫ്രണ്ട്സ് ഒരുമിച്ചുണ്ട്, അവരെന്നോട് പറഞ്ഞ് നിർബന്ധിച്ച് ആണ് ഇതിന് നമ്മളൊന്നും ചെയ്യുന്നില്ല, കൗണ്ടർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ആക്കിയത്. ഐ വാസ് സോ അപ്സെറ്റ് വിത്ത് ദം. ഞാൻ ആ ഒരു മാസം ഞാൻ ഭയങ്കര റിബൽ പോലെ ആരോടും മിണ്ടാതെ, കാരണം എന്നെ കെട്ടിയിട്ട് വെച്ച പോലെയാണ്, എൻ്റെതല്ലാത്ത രീതിയിൽ. പക്ഷേ ഇപ്പം എനിക്കത് നല്ലതായെന്ന് തോന്നുന്നുണ്ട്, അവരായിരുന്നു ശരിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാനായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് എൻ്റെ രീതിയിൽ ചെയ്താൽ നന്നാവുന്നല്ല, എന്നെ ഇതൊട്ടും എഫക്റ്റ് അങ്ങനെയല്ല ഈ സംഭവങ്ങളൊന്നും എടുക്കേണ്ടത്. ദെൻ ഓക്കെ, പ്ലേസ് ദാറ്റ് ദെയർ. ഞാൻ നേരത്തെ പറഞ്ഞ കോട്ടിലേക്ക് പോവാ. fall in love with a writer, then you never have to die എന്ന് പറഞ്ഞ പോലെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ സെപ്റ്റംബർ 13 തൊട്ടുള്ള കഥ, അല്ലെങ്കിൽ അതിൻ്റെ 3 മാസം മുമ്പ് തുടങ്ങിയ ചിന്ത, അതായത് ഞാൻ ദുബായിൽ പോയി, ഇത് അവിടെയാണ് കഥ തുടങ്ങുന്നത്. അതിൻ്റെ അവസാനം പെയിൻ ക്യാൻ ബി റിയലി പ്രൊഡക്റ്റീവ് എന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള ആ കൺവേർഷൻ, ആ പൂപ്പ, നമ്മുടെ ഇൻസോമിനെ തുടങ്ങുന്നത് ശ്രദ്ധിച്ചോ? ഒരു ബട്ടർഫ്ലൈ ആവും. Right when the caterpillar thought the world was over, it became a beautiful butterfly. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ പക്ഷെ കുറച്ചുകൂടെ മ്യൂസിക്കും നല്ലത്. ഇതാണ് എൻ്റെ ലാലേട്ടൻ്റെ ഇൻട്രോ. അതിന് തൊട്ട് മുമ്പുള്ളത് ഇതാണ്. ആ ഒരു കാർഡ് വരും. ഓക്കെ, അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ട്രാൻസ്മീര ഖത്തറിന്ന് ഡോക്ടർ സമീർ മൂപ്പൻ, അവരും അനൂപേട്ടൻ, എൻ്റെ സുഹൃത്ത്, ബ്രദേഴ്സ് എന്ന് നേരത്തെ പറഞ്ഞ, അവരുടെ അടുത്തുള്ള കോൺവെർസേഷൻ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് ഈ ജേർണി തുടങ്ങുന്നു. ഇതെല്ലാം ഒരു കഥയായിട്ട് വന്ന് ഇവിടെ നിൽക്കുമ്പം, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഞാനൊരാള്. ഈ കഥ എന്ന് പറയുന്നത് വാട്ട് ഇറ്റ് കുഡ് ഡു ടു ദ എൻറ്റയർ, ഹൗ വി കുഡ് റീഡിഫൈൻ എവറി പോസിബിൾ റോൾ ഇൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അപ്പം ആ കഥയിൽ ഒരു വില്ലനില്ല. Now this is more interesting. Not that we want to counter or we do anything about it. അതല്ലെങ്കിൽ ഭയങ്കര ജിസ്സിന്റെ ലൈൻ ഒരു ഫീൽ ഗുഡ് തന്നെ ആയിപ്പോ.
വുഡ് യു റാദർ വാച്ച് എ മൂവി ലൈക്ക് ദാറ്റ്? അല്ലെങ്കിൽ കുറച്ച് മസാലയും അപ്പ് ആൻഡ് ഡൗണും സ്ട്രഗിളും എല്ലാം വേണം. ഞാൻ അത് അങ്ങനെ ആലോചിച്ചിട്ടാകുമ്പം ഐ ഗോട്ട് എ സാറ്റിസ്ഫാക്ഷൻ. നോ പെയിൻ നോ ഗെയിൻ. അല്ല, അതൊരു എന്താ പറയുക, അതിന്റെ പെയിൻ എൻ്റെ അല്ല, അതൊരു കോമഡി പോലെ ആയിപ്പോയി. എനിക്ക് സൗബിൻ ചേട്ടനോടൊക്കെ ഒരു അസൂയ തോന്നിയ പോലെയായി. അറ്റ്ലീസ്റ്റ് അവർക്ക് വലിയ കോടിയുടെ പേരിലാണല്ലോ ഫേക്ക് അലിഗേഷൻ കിട്ടിയത്. ഇതൊരു ഒരു 2 ഷോന് മേടിക്കുന്ന പൈസ എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഈ 10-30 വർഷം എൻ്റയർ ലൈഫ് റീഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പൈസ പറ്റിക്കാനാണോ? അതൊക്കെ ഒരു കോമഡി പോലെ ആയിപ്പോയി. അതിൻ്റെ ഒരു ഓക്കെ. എനിക്ക് പക്ഷെ ഇപ്പോഴും അതിൻ്റെ മീനിങ് മനസ്സിലായിട്ടില്ല. എന്തിന്റെ മീനിങ്? ഈ fall in love with the writer so then you never have to die. അത് what does it actually mean? Poetry lives longer than kingdom എന്നാണ്. Absolutely. അത് ഉണ്ടാവില്ലേ? അങ്ങനെ. Okay. So did you mean fall in love with writing? With the writer. Okay. Then you never have to die. അതിന് 2 രീതിയിൽ എടുക്കാൻ തോന്നുന്നു. അത് ആദ്യം ഉദ്ദേശിച്ചത് ഇറ്റ് വിൽ ബി പ്രിന്റഡ് സംവെയർ. പക്ഷെ എനിക്ക് മോർ ലൈക്ക് ഇഷ്ടം ആ ക്രിയേറ്റിവിറ്റി, അവരുടെ ക്രിയേറ്റിവിറ്റിയിലെല്ലാം നിങ്ങളുടെ റീസൺ ആയിട്ടുണ്ടാവും. അങ്ങനെ. ഓക്കെ. റുമി, ഖലീൽ ജിബ്രാൻ, അവരെ പറ്റിയൊക്കെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അവർക്കും ഒരു പ്രണയിനി അങ്ങനെ ഉണ്ടാവില്ലേ? അപ്പം അവരും ചിലപ്പോൾ സൈഡിൽ ഇരുന്നിട്ട് അവരെ പാമ്പർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ഒരു കാപ്പി വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലല്ല, അങ്ങനെ ആലോചിക്കാൻ എനിക്കിഷ്ടം. അത് എന്റെ വേർഷനാന്ന് തോന്നുന്നു. ശരിക്കും ഉദ്ദേശിച്ചത് ഇറ്റ് വിൽ ബി പ്രിന്റഡ് സംവെയർ എന്നുള്ളതായിരിക്കാം. അപ്പൊ ഞാനോ അവരുടെ ഒരു പ്രണയിനിക്ക് ഒരു കത്ത് എഴുതി, അപ്പൊ അത് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പൊ നമുക്ക് തന്നെ എത്ര ആൾക്കാരെ അങ്ങനെ അറിയാം അല്ലേ? അപ്പൊ അത് അവരുണ്ട്. നമുക്കപ്പൊ ചരിത്രം അന്വേഷിച്ച് പോയാൽ നമുക്ക് ലിറ്ററേച്ചറിലും അങ്ങനെ ഒരുപാട് കിട്ടും. ഇവിടെ തന്നെ എത്രയോ ഫേമസ് ആയിട്ടുള്ള കൃതികളുടെ പിറകിലുള്ള കഥകൾ നമ്മുടെ ഷോയില് പറയില്ലേ, എവറി സോങ് ഹാസ് 1000 അൺടോൾഡ് സ്റ്റോറീസ് ടു ടെൽ എന്ന്. അപ്പം അതുപോലെ ഓരോ പോയട്രിക്കും ഉണ്ടാവില്ലേ. റീസെൻ്റ്ലി എനിക്കത് കറക്റ്റ് കഥ മറന്നുപോയി. ഇത് ശരിക്കും നടന്നതാ. മലയാളത്തിലെ ഏതൊരു കവി ഇതുപോലെ അദ്ദേഹത്തിന് റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നു. വലിയൊരു ഏജിലാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നിട്ട് അവർക്കൊന്നും എഴുതാൻ പറ്റില്ല, എങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിപ്രസ് സ്റ്റേറ്റ് പോലെയായി. ഇത് കുറേ മുമ്പായതുകൊണ്ട് അന്ന് ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടാണ്. എന്നിട്ട് പിന്നെ ഹി ഫൗണ്ട് ലവ്. അദ്ദേഹത്തിന് ലെറ്റേഴ്സ് അന്ന് എഴുത്ത് വരാൻ തുടങ്ങി. അങ്ങനെ എഴുത്തിലൂടെ അയാൾ പ്രണയം കണ്ടുപിടിച്ച് അദ്ദേഹം നന്നായിട്ട് എഴുതി. ഏറ്റവും മഹത്തായ ഒരു കൃതി എന്നാണ് അറിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അത് എഴുതി. ദെൻ സ്പൂൺ ഹീഡ് മരിച്ചുപോയെന്നെന്തോ. അപ്പം അത് അവരുടെ വൈഫ് തന്നെ എഴുതിയതാണ് ഇദ്ദേഹത്തിന് സഹായിക്കാൻ. അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. അവരെ വൈഫ് എടുത്ത സാക്രിഫൈസ് ആണ് ആ കത്തുകൾ. മനസ്സിലായോ? അങ്ങനെ ഒരാളില്ല. അപ്പൊ അവര് ചെയ്തതാണ് ഇതിനെ അദ്ദേഹത്തിനെ മാറ്റാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കത്തുകളിലൂടെ.